ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ വീഡിയോയില് കുട്ടികൾക്ക് നമുക്ക് സർപ്രൈസ് ആയി കൊടുക്കാൻ പറ്റുന്ന ഒരു കേക്ക് പോപ്പ് ആയാലോ? കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് തന്നെ വെറും 2 ചേരുവകൾ മാത്രം ഉപയോഗിച്ച് വളരെ കുറഞ്ഞ സമയം കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സ്വാദിഷ്ടമായ ഒരു റെസിപ്പിയാണിത്. അപ്പൊ നമുക്ക് ഇതിന് ആവശ്യമായിട്ടുള്ള ചേരുവകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യം നമുക്ക് നല്ലൊരു മിക്സിംഗ് ബൗളിലേക്ക് കേക്ക് എടുക്കാം. 250 ഗ്രാം കേക്കാണ് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത്. നമുക്ക് ഏത് ഫ്ലേവറിലുള്ള കേക്ക് വേണമെങ്കിലും കേക്ക് പോപ്പ് ചെയ്യാനായിട്ട് ഉപയോഗിക്കാം. ഇത് നമുക്കിനി ഇതൊന്ന് കൈകൊണ്ട് തന്നെ നമുക്ക് ചെറിയ ചെറിയ പീസസ് ആക്കി മാറ്റാം. കൈകൊണ്ട് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടുള്ളവര് ചോപ്പർ അല്ലെങ്കിൽ മിക്സി ഉപയോഗിക്കാവുന്നതാണ്. അങ്ങനെ കേക്ക് ഇത്രയും ചെറിയ പീസസ് ആയിട്ട് തന്നെ എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1/2 കപ്പും 2 ടേബിൾ സ്പൂൺ ബട്ടർ ക്രീം ഫ്രോസ്റ്റിംഗ് കൂടെ ചേർത്ത് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഫ്രോസ്റ്റിംഗ് ചേർക്കുമ്പോൾ റൂം ടെമ്പറേച്ചറിലായിരിക്കണം ഫ്രോസ്റ്റിംഗ്. അതുപോലെ ഫ്രോസ്റ്റിംഗ് അധികമായി പോയാൽ നമ്മൾ ചെയ്തെടുക്കുന്ന കേക്ക് പോപ്പിന് പെർഫെക്ഷൻ ഉണ്ടായിരിക്കില്ല. അപ്പോൾ 250 ഗ്രാം കേക്കിന് നമുക്ക് 1/2 കപ്പും 2 ടേബിൾ സ്പൂൺ ഫ്രോസ്റ്റിംഗ് തന്നെ മതിയാകും. അതിൽ കൂടുതൽ ചേർക്കരുത്. ഫ്രോസ്റ്റിംഗ് ഇപ്പൊ നല്ല മിക്സ് ആയി വന്നിട്ടുണ്ട്. കൈ ഉപയോഗിച്ച് ഒന്ന് മയപ്പെടുത്തി എടുക്കാം. അതിനുശേഷം മീഡിയം വലിപ്പത്തിലുള്ള കേക്ക് പോപ്പാണ് ചെയ്യാനായിട്ട് പോകുന്നത്. അതുകൊണ്ട് തന്നെ 1 ടേബിൾ സ്പൂൺ അളവിലുള്ള സ്പൂണാണ് എടുത്തിരിക്കുന്നത്. ഇത് നമുക്ക് 2 ടേബിൾ സ്പൂൺ ഫ്രോസ്റ്റിംഗ് കേക്ക് മിക്സ് എടുത്തിട്ട് വേണം ബോളാക്കി എടുക്കാനായിട്ട്. കേക്ക് പോപ്സ് എല്ലാം ഒരേ വലിപ്പത്തിൽ ലഭിക്കാനായിട്ട് ഇതുപോലെ സ്പൂണിൽ എടുക്കുകയാണെങ്കിൽ ഉരുട്ടിയെടുക്കാനും കുറച്ചുകൂടെ എളുപ്പമായിരിക്കും. ബേക്കിംഗ് ട്രേയിൽ പാർച്ച്മെന്റ് പേപ്പർ ലൈൻ ചെയ്ത് ഉരുട്ടിയെടുത്ത ഓരോ ഉരുളകളും നമുക്ക് അതിലേക്ക് വയ്ക്കാം. ് 250 ഗ്രാമിൽ നമുക്ക് 12 മീഡിയം സൈസിലുള്ള കേക്ക് പോപ്പ് ചെയ്യാനായിട്ട് പറ്റും. ഇനി നമുക്കിത് ഡിപ്പ് ചെയ്തെടുക്കാനായിട്ട് ചോക്ലേറ്റ് ആണ് ആവശ്യമായിട്ടുള്ളത്. അപ്പോൾ ഞാനിവിടെ 100 ഗ്രാം വൈറ്റ് ചോക്ലേറ്റ് ആണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഇതിന് പകരം കാൻഡി മെൽറ്റ് ഉപയോഗിക്കാവുന്നതാണ്. ഇനി നമുക്കിത് ഡബിൾ ബോയിലിംഗ് മെത്തേഡിലൂടെ മെൽറ്റ് ചെയ്തെടുക്കാം. അതല്ലെങ്കിൽ മൈക്രോവേവില് മെൽറ്റ് ചെയ്തെടുത്താലും മതിയാകും. അതേസമയം തുടക്കക്കാർക്ക് എപ്പോഴും സേഫ് ആയിട്ടുള്ള മെത്തേഡ് എന്ന് പറയുന്നത് ഡബിൾ ബോയിലിംഗ് മെത്തേഡാണ്. അങ്ങനെ ചോക്ലേറ്റ് നല്ല മെൽറ്റായി തന്നെ കിട്ടിയിട്ടുണ്ട്. ഉടനെ തന്നെ ഓരോ ലോലിപോപ്പ് സ്റ്റിക്കും മെൽറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചോക്ലേറ്റിലേക്ക് വീഡിയോയിൽ കാണിച്ചിരിക്കുന്നത് പോലെ തന്നെ ലോലിപോപ്പ് സ്റ്റിക്കിന്റെ 1 ഇഞ്ചോളം ചോക്ലേറ്റിൽ ഡിപ്പ് ചെയ്തതിന് ശേഷം ബോളിന്റെ നടുഭാഗത്തേക്ക് അത്രയും ഭാഗം ഫിക്സ് ചെയ്ത് വെക്കണം. ഇനി ഇത് 10 മിനിറ്റ് ഫ്രിഡ്ജിൽ സെറ്റ് ആകാനായിട്ട് വെക്കാം. ഫ്രീസറിൽ വെക്കരുത്. ബോള് ക്രാക്കായി പോകാനായിട്ടുള്ള സാധ്യത കൂടുതലാണ്. ഇപ്പൊ എല്ലാം അതുപോലെ തന്നെ ഫിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ 10 മിനിറ്റ് സെറ്റ് ആകാനായിട്ട് വയ്ക്കാം. ഇതെന്ന് പറയുന്നത് കേക്ക് പോപ്പിന്റെ സ്റ്റാൻഡ് ആണ്. ഇതിൽ നമുക്ക് 25 കേക്ക് പോപ്സ് പരസ്പരം ഒട്ടിപ്പിടിക്കാതെ തന്നെ നമുക്ക് അറേഞ്ച് ചെയ്യാവുന്നതാണ്. നമ്മുടെ കേക്ക് പോപ്പ് എല്ലാം നല്ല രീതിയിൽ തന്നെ സെറ്റായി കിട്ടിയിട്ടുണ്ട്. നിങ്ങൾക്കിത് കാണുമ്പോൾ തന്നെ മനസ്സിലാകും. കേക്ക് പോപ്പ് സ്റ്റാൻഡിൽ ഞാനിതൊന്ന് ഫിക്സ് ചെയ്ത് കാണിക്കാം.
നമ്മൾ കേക്ക് പോപ്പ് സ്റ്റാൻഡിൽ കേക്ക് പോപ്പ് വെക്കുമ്പോൾ ഇതുപോലെ നല്ല സ്ട്രൈറ്റ് ആയിട്ട് തന്നെ അറേഞ്ച് ചെയ്തെടുക്കാം. ഇനി കേക്ക് പോപ്പ് തണുപ്പ് മാറുന്നതിന് മുന്നേ തന്നെ വേഗം ഡിപ്പ് ചെയ്തെടുക്കാം. അതുപോലെ ചോക്ലേറ്റിൽ ഡിപ്പ് ചെയ്യുന്ന സമയത്ത് പാത്രം വീഡിയോയിൽ കാണിച്ചിരിക്കുന്നത് പോലെ ചരിച്ച് വെച്ച് വേണം കവർ ചെയ്തെടുക്കാനായിട്ട്. അതിനുശേഷം കേക്ക് പോപ്പിൽ കൂടുതലായിട്ടുള്ള ചോക്ലേറ്റ് മാറ്റിയതിനു ശേഷം സ്പ്രിങ്കിൾസ് ഉപയോഗിച്ച് ഡെക്കറേറ്റ് ചെയ്തെടുക്കാവുന്നതാണ്. ഇതിനിടയ്ക്ക് ചിലപ്പോൾ എയർ ബബിൾസ് കാണും. അത് ടൂത്ത് പിക്കോ പിന്നോ ഉപയോഗിച്ച് മാറ്റുക. ഉടനെ തന്നെ സ്പ്രിങ്കിൾസ് ആണെങ്കിൽ നിങ്ങൾക്ക് സ്പ്രിങ്കിൾസ് ഉപയോഗിക്കാവുന്നതാണ്. അതല്ല എങ്കിൽ ഡിഫറെന്റ് കളർ ചോക്ലേറ്റ് ആണെങ്കിൽ ചോക്ലേറ്റ് അതിന് മുകളിലേക്ക് സ്പ്രെഡ് ചെയ്യാവുന്നതാണ്. പ്രത്യേകിച്ച് കുട്ടികൾക്കാണെങ്കിൽ സ്പ്രിങ്കിൾസ് ആണ് കൂടുതലും ഇഷ്ടമുള്ളത്. അപ്പൊ ഞാനിവിടെ സ്പ്രിങ്കിൾസ് തന്നെയാണ് ഉപയോഗിക്കുന്നത്. അങ്ങനെ നമുക്ക് എല്ലാ കേക്ക് പോപ്സും ചോക്ലേറ്റിലേക്ക് ഡിപ്പ് ചെയ്ത് സ്പ്രിങ്കിൾസ് കൊണ്ട് കവർ ചെയ്തെടുക്കാം. ഇതുപോലെ നിങ്ങളുടെ ഇഷ്ടാനുസരണം കേക്ക് പോപ്പ് എല്ലാം ഡെക്കറേറ്റ് ചെയ്തെടുക്കാവുന്നതാണ്. ഡെക്കറേറ്റ് ചെയ്തെടുത്തതിന് ശേഷം ഉടനെ ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് ഉടനെ തന്നെ കഴിക്കാവുന്നതാണ്. അതേസമയം കുറച്ച് സമയം കഴിഞ്ഞിട്ടാണ് ഉപയോഗിക്കുന്നതെങ്കിൽ തീർച്ചയായും നിങ്ങൾ ഫ്രിഡ്ജിൽ തന്നെ സൂക്ഷിക്കേണ്ടതാണ്. അതുപോലെ ഉപയോഗിച്ചതിന് ശേഷം ബാക്കി കേക്ക് പോപ്സ് വന്നിട്ടുണ്ടെങ്കിൽ അതിന് ഒരു സിപ്ലോക്ക് ബാഗിലോ ഫ്രീസറിൽ സൂക്ഷിക്കാവുന്നതാണ്. ഫ്രീസറിൽ സൂക്ഷിക്കുകയാണെങ്കിൽ ഇത് ഏകദേശം 1.5 മാസത്തോളം കേടുകൂടാതിരിക്കും. ഫ്രഷ് ആയിട്ടുള്ള കേക്കാണ് നിങ്ങൾ ഉപയോഗിക്കുന്നതെങ്കിൽ മാത്രം ഇങ്ങനെ ചെയ്യുക. അതുപോലെ എന്തെങ്കിലും ഫംഗ്ഷൻസിന് ഉപയോഗിച്ചിട്ട് ബാക്കി വരുന്ന കേക്കിലും നമുക്ക് ചെയ്യാവുന്നതാണ്. പക്ഷെ അത് ഇതുപോലെ ഒത്തിരി നാള് വച്ചുപയോഗിക്കരുത്. വീഡിയോയിൽ കാണിച്ചിരിക്കുന്ന അതേ രീതിയിൽ തന്നെ കേക്ക് പോപ്പ് ചെയ്യുകയാണെങ്കിൽ പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് ചെയ്തെടുക്കാം. സാധാരണ കേക്ക് പോപ്പ് ചെയ്യുമ്പോൾ വരുന്ന പ്രധാന അപാകതകളിലൊന്നാണ് ഫ്രിഡ്ജിൽ സെറ്റ് ആകാൻ വെച്ചിട്ട് എടുക്കുമ്പോൾ കേക്ക് പോപ്പില് ക്രാക്ക് വരുന്നത്. ഇതിന് കാരണം ഒന്നുകിൽ കേക്കിൽ ചേർത്ത ഫ്രോസ്റ്റിംഗ് കുറഞ്ഞു പോയത് കൊണ്ടോ അതല്ല എങ്കിൽ നിങ്ങൾ ഉപയോഗിച്ച ചോക്ലേറ്റ് കോട്ടിങ്ങിലുള്ള അപാകതകൾ കൊണ്ടോ ആയിരിക്കാം. അതുപോലെ തന്നെ കേക്കിൽ ചേർക്കുന്ന ഫ്രോസ്റ്റിംഗ് കൂടിപ്പോയാലും പെട്ടെന്ന് തന്നെ സോഫ്റ്റ് ആയി പോവുകയും കേക്ക് പോപ്പ് സ്റ്റിക്കിൽ നിന്ന് വിട്ടുവരികയും ചെയ്യും. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിക്കുക. അങ്ങനെ വളരെ കുറഞ്ഞ സമയം കൊണ്ട് തന്നെ തയ്യാറാക്കിയെടുക്കാവുന്ന വെറൈറ്റി ആയിട്ടുള്ള കേക്ക് പോപ്സ് പെർഫെക്റ്റ് ആയിട്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് മനസ്സിലാക്കിയല്ലോ. നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. അപ്പോൾ തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കുക. ശേഷം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അതുപോലെ കുട്ടികൾക്ക് മാത്രമല്ല മുതിർന്നവർക്ക് ഒരുപോലെ ഇഷ്ടപ്പെടുന്നൊരു സ്വീറ്റാണിത്. അതോടൊപ്പം തന്നെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുന്നതോടൊപ്പം തന്നെ ഷെയർ ചെയ്യുകയും നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് എത്തിക്കാനും മറക്കരുത്. അതുപോലെ വീഡിയോ കാണുന്നവരിൽ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്